ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സ്ട്രീമർ ലൈവ് സിമുലേറ്റർ എപ്പിസോഡ് 15 ആയല്ലേ? 15ആണിത്. യെസ്, 15ആണെന്ന് തോന്നുന്നു. 15ാമത്തെ വീഡിയോ ആണ്. നമ്മളെ സൂപ്പർ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാൻ വേണ്ടി 150 ലൈക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അതൊരു ദിവസം കൊണ്ടാക്കി തന്ന്. അങ്ങനെയാണ് ഞാൻ എണ്ണം കൂട്ടി ഞാൻ 200 ആക്കി. 200. അല്ല, പിന്നെ ഒരു ദിവസം ലീവ് വേണം എനിക്ക്. ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോ ഉള്ള പരിപാടി. അപ്പോൾ വേറെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഇതിനൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടാ. മറ്റേ പൊസിഷൻ മാറ്റി. സാളൊക്കെ ഫുള്ള് ഫില്ല അവിടെ. ഫുള്ളാണ്. ഫുള്ള്. പിന്നെന്താ, സ്റ്റോറേജ് റൂം ഫുള്ളാണ്. വേണ്ട, അവിടെ ഇനി ഐറ്റംസ് ഇരിക്കുന്നു, വെക്കാൻ സ്ഥലമില്ല കേട്ടാ. അവിടെ ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടത് താഴത്തോട്ട് ഇറക്കിച്ച്. സ്റ്റോറേജ് റൂമൊക്കെ ഫുള്ളാണ്. അയ്യോ, ഒരു കുപ്പി വെള്ളത്തിൻ്റെ കുറവുണ്ട്. അതിനകത്തൊരു കുറവ് വരുത്തണ്ട. ഒരു കുപ്പി വെള്ളം അതങ്ങോട്ട് ഓർഡർ ചെയ്തേക്കാം, ഒരു പ്രശ്നമില്ല. അത് കുറച്ചിരിക്കട്ടെ. എന്തിനൊക്കെ വില കൂട്ടും നമുക്ക് ഇതിൽ കാണാം കേട്ടാ. വില കുറഞ്ഞിട്ടാണോ കൂടിയിട്ടുണ്ടോ എന്നൊക്കെ സാധനത്തിൻ്റെ. ഇതിലിപ്പോൾ അടിയിൽ ഒന്നിനും റേറ്റ് വ്യത്യാസമൊന്നുമില്ല. വാട്ടർ ബോട്ടിലിന് മാത്രമാണ് പ്രൈസ് കൂട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഓൾറെഡി കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വാട്ടർ ബോട്ടിൽ ഓൾറെഡി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഒന്ന് ഇവിടെ എടുത്ത് വെക്കട്ടെ. ഇന്ന് നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് എടുക്കണം. ഐ തിങ്ക് ഒരു 3 പ്രൊഡക്റ്റ്, അല്ല 3 അല്ല 20 പുതിയ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിന്ന് 20 ന്യൂ പ്രൊഡക്റ്റും നമുക്ക് ഇപ്പം പറ്റുന്ന ആൾക്കാർ ഫുള്ള് പണിക്ക് കൊടുക്കാം. അത് നല്ലതായിരിക്കും. കുറച്ച് ആൾക്കാരെ പണിക്കെടുക്കണം. സ്റ്റോറേജ് റൂമിലേക്കാണെങ്കിലും ഇതിലോട്ടാണെങ്കിലും. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ വന്നത്? കട തുറക്കുന്നതിന് മുമ്പ് ആളെ പണിക്കെടുത്തണം. വേണ്ട, കടയാൾ വന്നോട്ടെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ആളെ വാങ്ങിക്കാം. മാനേജ്മെൻറ്റ് ബില്ല് വല്ലതും ഉണ്ടാ? ബില്ല്. പ്രൊഡക്റ്റ് ലൈസൻസ് നോക്കട്ടെ കേട്ടോ. പ്രൊഡക്റ്റ് ലൈസൻസ് നമുക്ക് ഈ 3 എണ്ണം അങ്ങോട്ട് വാങ്ങിക്കാം. 3 എണ്ണത്തിൽ എത്ര സാധനം വരും? ഇവിടെ 6 എണ്ണം. ഇതിൽ 7 എണ്ണം ഉണ്ട് കേട്ടോ. 7 14 20 പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് 20 പ്രൊഡക്റ്റ് വാങ്ങിക്കാം. $5000 മതിയാവും. നമുക്ക് ആദ്യം 2 ആൾക്കാരെ കയറ്റാൻ പറ്റും കേട്ടാ. നമുക്ക് ആദ്യം 2 സ്റ്റോക്കറിനെ ഹെയർ ചെയ്യാം. സ്റ്റോക്കറിൻ്റെ പേരിടട്ടെ കേട്ടാ. ഇത് കുഞ്ഞപ്പൻ, അല്ല കുട്ടപ്പനായിരുന്നു. കുഞ്ഞപ്പനാണോ? കുഞ്ഞപ്പനെ കുട്ടപ്പൻ എന്തായാലും കുഴപ്പമില്ല. ഒരുത്തൻ കുഞ്ഞപ്പൻ, ഒരുത്തൻ കുട്ടപ്പൻ. ഇവനാര്? ഇവൻ തങ്കപ്പൻ. ഓക്കെ, എല്ലാം പെൻ. അപ്പം 3 പെന്നായിട്ടുണ്ട്. കുഞ്ഞപ്പൻ, കുട്ടപ്പൻ, തങ്കപ്പൻ. ഒരു പൊന്നപ്പനും കൂടെ എടുക്കണം. പക്ഷെ പൊന്നപ്പനെ എപ്പോൾ കിട്ടും? പൊന്നപ്പനെ 3 റാക്കും കൂടി വാങ്ങി 37 ലെവലാവണം. ഓക്കെ 37 ലെവലും ആവണം. 3 റാക്കും വാങ്ങിക്കണം. എന്നാൽ പൊന്നപ്പനെ കിട്ടും. കാഷ്യർ നമുക്ക് വെക്കണതിൻ്റെ മുമ്പ് കാഷ്യർ ഇത് സാബു വരുന്നില്ലേ? സാബുവിനെ ശനിയാർ. അവർ ഇങ്ങോട്ടാണോ വരിയിട്ട് വരിക? ഇവനിവിടെ നിൽക്കട്ടെ. ഓക്കെ, സെറ്റ്. ഒരിൻ്റെ അതവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവന്മാർ കയറിയിരിക്കും. അപ്പോൾ അടുത്ത കാഷ്യർ ഇവനാര്? അത് സാബു. ഇത് കാഷ്യർ ബാലൻ. ബാലൻ. ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാഷ്യർ ബാലൻ തന്നെ. ഓക്കെ, ബാലൻക്ക് ഞാൻ ഇത് കൊടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ജോബ് കൊടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാലൻ. അല്ല, പണിയെടുക്ക്. ബാലൻ പണിയൊന്നുമില്ലല്ലേ? ഇത് ഇരിക്കാനല്ലേ പണിയിരുന്നത്. നമുക്ക് ഇന്നത്തെ ഡേ എൻഡായിട്ട് പുതിയ ഡേയിൽ നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാം. അത് ഫുൾ സ്റ്റോക്കും സ്റ്റോറേജും. നിങ്ങൾക്ക് ഫ്രീസർ വെക്കേണ്ടി വരും. അടുത്ത ഐറ്റംസിൽ കുറേ സാധനങ്ങൾ വരുന്നത് ഫ്രീസർ ഐറ്റംസാണ്. നോക്കുവാണെങ്കിൽ ബട്ടർ ഫ്രീസറിലായിരിക്കും മിക്കവാറും. ചെറിയ ലെവലിൽ ചിക്കൻ ഫ്രീസറിലാവും, ഫ്രഞ്ച് ഫ്രൈസ് ഫ്രീസറിലാവും, പിസ്സ ഫ്രീസറിലാവും, ചീസ് ഫ്രീസറിൽ ഇതില്ല. ബോട്ടിൽഡ് വാട്ടർ ഉണ്ടാവും. ബോട്ടിൽഡ് വാട്ടർ ഓൾറെഡി ഇല്ലേ? എഗ്ഗ് 12 പാക്കാ. അപ്പോൾ എഗ്ഗിന് ഞാൻ അവിടെ ഒരു ഫ്രിഡ്ജും കൂടി വെക്കേണ്ടി വരുമല്ലോ. എഗ്ഗിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് വേണ്ടി വരും. കാരണം ഞാൻ എഗ്ഗിൻ്റെ സെക്ഷൻ മൊത്തം ഒറ്റ വരിയിലാണ് വെക്കുന്നത്. അപ്പോൾ അത് പ്രശ്നമാണ്. അത് കുഴപ്പമുണ്ടാവില്ല. കാരണം നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഒരു സിംഗിൾ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഇവിടെ കയറ്റാം. അപ്പോൾ സെറ്റാവും. ഒരു പ്രശ്നമില്ല. അവിടെ
അപ്പൊ ആരുടെ അടുത്താരും ബില്ലടിക്കാൻ പോകുന്നില്ല. സാബ് പണി എടുക്കുന്നുണ്ട്. ഒറ്റപ്പെണ്ണത്രയുള്ളൂ ഇവിടെ. വേറെ ആരും വരുന്നില്ല. തന്നു. ഓക്കെ ഇപ്പൊ മതി, സന്തോഷായി. ഞാൻ ചേട്ടാ ഗേൾസ് മാത്രമേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ആ കേശറിൽ നിന്ന് മാറ്റിയിട്ട് ഇക്കടെ പോയിക്കാനായിരുന്നേ. അപ്പൊ നമ്മപ്പം മൊത്തം ഇന്ന് നമുക്ക് ഒരു കേശറിനും എടുക്കാം കേട്ടാ. എനിക്ക് പണിയെടുക്കാൻ വയ്യ. എനിക്കൊരു കേശർ നമുക്ക് അടുത്ത ഡേ ഇതാകുമ്പോൾ ഒരു കേശറിനെ കൂടെ എടുക്കാം. അപ്പൊ ഇവിടെ നിർത്താൻ പറ്റും നമുക്ക്. ആ കേശറിന് ഞാൻ എന്തൊരു പേരൊടിഞ്ഞി ആലോചിക്കണല്ലോ. സാബു, ബാലൻ, ലോലൻ. സെറ്റ് അത് ലോലൻ. ഓക്കെ അടുത്തതിന് നമുക്ക് സോമൻ എന്നിടാം. ലോലനെ ഇപ്പം എടുക്കാൻ പറ്റുമോ? ഇപ്പം എടുക്കണ്ട, ഇപ്പം എനിക്ക് പണിയെടുക്കണം. എനിക്ക് കുറച്ചുകൂടി ബില്ലടിക്കാണ്ട്. കടയിൽ തിരക്കില്ലല്ലോ കടയിൽ. എല്ലാവരും പറഞ്ഞു പിന്നെ നമ്മളെ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെന്ന് കേട്ടാ. താങ്ക് യു. ഇത് ക്രിയേറ്റിവിറ്റി ഏതായാലും ഇവിടെ ഒക്കെ സ്ഥലമുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഉള്ളത് ഇവിടെ. ഒരു ഷെൽഫ് ഇവിടെ ഉണ്ട്. 2 3 4 5 ഷെൽഫ് ബാക്കിയുള്ളൂ. 5 ഷെൽഫ് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഈ ടോയ്ലറ്റ് പേപ്പറിൻ്റെ ഒരു സെക്ഷൻ നമുക്കെടുത്ത് മാറ്റാം. ഇവിടെ 2 കിട്ടും. അപ്പോൾ ഇത്ര മതി. പിന്നെ ഇത്രയൊക്കെ മതി. അവന്മാർ സ്റ്റോർ ചെയ്ത് തുടങ്ങി. ഇതിനൊരു സെക്ഷൻ മൊത്തമൊക്കെ കൊടുക്കുന്നു. അപ്പം നമുക്ക് 20 പ്രൊഡക്റ്റും പുതിയ 3 4 5 പണിക്കാരുണ്ടാവും. അപ്പം 2 സ്റ്റോക്കറും 2 കാഷ്യറും അല്ലേ? 4 പണിക്കാർ കേട്ടോ. അപ്പം ഇന്ന് ടോട്ടൽ നമുക്കൊരു 4 പണിക്കാരുണ്ടാവും. ഇപ്പം തന്നെ ലേറ്റ്. പക്ഷെ എന്നാലും ഈ ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ട്. ലൈക്ക് ഭയങ്കര വെളിച്ചം നോക്കിക്കോ. കണ്ടാ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു അലമ്പുണ്ട്. പക്ഷെ അടിയിൽ റാക്കിലൊക്കെ കറക്റ്റ് ലൈറ്റാണ്. പക്ഷെ എന്നാലും നമുക്ക് അതാ ലൈറ്റ് കണ്ടോട്ടടിക്കുന്നു നല്ല രീതിയിൽ. സ്റ്റോറേജ് റൂമിലും കറക്റ്റാണ് കേട്ടോ. സ്റ്റോറേജ് റൂമിൽ കമൻറ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ ലാസ്റ്റ് എത്തിയപ്പോഴാണ് ആളിങ്ങനെ എത്തിയിട്ട് കണ്ടപ്പോൾ ഇതന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അത് സെറ്റാണ്. സ്റ്റോറേജ് റൂമിൽ ഇനി ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ഇവിടെ വല്ല റാക്ക് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇല്ല, ആവശ്യമില്ല. ഈ ലൈറ്റ് തന്നെ ഉണ്ട്. കുറേ ഉണ്ടല്ലേ. ഈ ഇങ്ങനത്തെമാരാണ് ഈ സാധനം മൊത്തം വാങ്ങി തീർത്തിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നത്. ന്യൂ പ്രൊഡക്റ്റ് ലൈസൻസ് ആണ്. അയ്യോ എത്ര സാധനം വരുന്നറിയോ പുതിയത്. കാശ് വേണം. അതിനൊക്കെ സ്റ്റോക്ക് എടുക്കണ്ടേ? അതിനൊക്കെ സ്റ്റോക്ക് എടുക്കാൻ ഒരിത് വേണം. ഒരു 25-30 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഇനിയുള്ള വീഡിയോസ് ഉണ്ടാവുള്ളൂ കേട്ടോ. 30 മിനിറ്റിൻ്റെ മുകളിലേക്ക് പോകത്തില്ല. 25 അല്ലെങ്കിൽ 20 to 30 മിനിറ്റ്സ് ആ ഒരു ലെങ്ത്തേ വരത്തുള്ളൂ വീഡിയോക്ക്. ബാക്കി ഗ്രൈൻഡിങ് കാണാനൊക്കെ ഇതാവും. പക്ഷേ എല്ലാ വീഡിയോയിലും തുടക്കത്തിൽ ഒരു ഡേ കട തുറക്കും, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഫോർ എ രസം. നമുക്ക് ഈ റെക്കോർഡ് നമുക്ക് ലൈക്ക് ഡെയിലി എത്ര കിട്ടുന്നുണ്ടെന്ന് അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. നമുക്ക് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഈ ഡെയിലി വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടും. കണ്ടോ $127 സാധനം വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ മറ്റേ എത്രയെന്ന് റെക്കോർഡ് 160 ആയിരുന്നു തോന്നുന്നു. $160 ആയിരുന്നു തോന്നുന്നു അന്നത്തെ റെക്കോർഡ്. 39.7. ഓക്കെ നിങ്ങളെൻ്റെ അടുത്ത് കാണാം. തറയുടെ മുകളിൽ പേരിടാൻ പറ്റുന്നില്ല കേട്ടോ ഈ കേഷ്യറിനും സ്റ്റോക്കറിനൊക്കെ. ഇത് ആരാ കുട്ടപ്പൻ, ആരാ കുഞ്ഞപ്പൻ, ആരാ തങ്കപ്പൻ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഈ ബാലിൻ്റെ അടുത്താരും വരുന്നില്ല കേട്ടോ. അധികം എന്തോ പ്രശ്നമുണ്ട്. ഷർട്ടൊക്കെ കീറിയിരിക്കുന്നു. ഓക്കെ ഇതൊക്കെ അറ്റത്തുനിന്നൊക്കെ വരുന്നു. കണ്ടുപോലില്ല സാധനം. 1 സെന്റിനൊക്കെ ബാലൻസ് കൊടുക്കാൻ പറഞ്ഞു. എടാ 1 സെന്റിലൊക്കെ കൊടുത്താൽ ഞാൻ മുടിഞ്ഞു പോകും. ആ 10 സെന്റിൽ തന്നെ ഞാൻ ലൈക്ക് മറ്റേ ബാക്ക് ചെയർ എന്താ പറയാ ബാലൻസ് കൊടുത്തപ്പോൾ എൻ്റെ കൈയൊരു വിധായി. അതും ഈ സാധനം റൂഫിൻ്റെ അടുത്ത് എത്താനായിരുന്നു. ഇനി അപ്പോൾ 1 സെന്റിലൊക്കെ കൊടുത്താൽ മുടിഞ്ഞു പോവും. എൻ്റെ മൗസിൻ്റെ ബട്ടൺ പൊട്ടിപ്പോവും. അപ്പോൾ അത് വേണ്ട, താല്പര്യമില്ല. അവിടെ ഇതൊക്കെ പെട്ടെന്ന് ടോയ്ലറ്റ് പേപ്പർ മൊത്തം തീർത്ത് എന്തിനാ അവിടെ തങ്കപ്പം 0.4.
ലോലനെ എടുക്കണം. ലോലനെ എനിക്ക് കഴിഞ്ഞ് പണിയെടുക്കണം. എനിക്ക് പണി കഴിഞ്ഞു. കാരണം എനിക്കിനി പണിയെടുക്കേണ്ടത് മെയിനായിട്ട് ഇതുണ്ട്. കേഷ്യർ എടുക്കണമെങ്കിൽ ഞാനൊരു 650, 750, ഒരു 200 അല്ലെങ്കിൽ ഒരു 191 ചെക്കൗട്ടും കൂടി ഞാൻ അടിക്കണം. അതായത് ഞാൻ ബില്ലടിക്കണം 191 പ്രാവശ്യം. എന്നാലേ എനിക്ക് ലെവൽ 50 ആകുമ്പോൾ ഇത് അൺലോക്ക് ആവത്തുള്ളൂ. അപ്പത്തിന് ഞാൻ ഇതൊക്കെ അത് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് കിട്ടിയത് ചെക്കൗട്ട്സ്. പക്ഷെ അവൻ്റെ അടുത്തോട്ട് വരുന്നില്ല. അതൊക്കെ ചെക്കൗട്ട് ക്ലോസ് ചെയ്ത് എൻ്റെ അടുത്തോട്ട് വരുന്നോണ്ട് എല്ലാവരും കേട്ടാ. കുഴപ്പമില്ല, നമുക്ക് ലെവൽ 50 ആവുന്നത് വരെ ടൈമുണ്ട്. അതിൻ്റെ ഉള്ളിലാക്കിയാൽ മതി. എന്നാലേ ലെവൽ 50 ആയാലും ഇനിയൊരു ക്യാഷ്യറിന് നമുക്ക് കിട്ടുള്ളൂ. ഫ്രീസറാണ് ഞാനിപ്പോൾ എവിടെ ഇടുന്നു എനിക്കൊരു ഐഡിയ ഇല്ലാത്ത. വാട്ട് വിൽ വീട് ഓടോ ഫ്രീസർ പ്രശ്നമാണ്. ഫ്രീസർ തോന്നുകയാണെങ്കിൽ ഇയാളെ പിടിച്ച് ഇതിൻ്റെ ബാക്കിലോട്ട് ഇടേണ്ടി വരും. എന്നിട്ട് ഇവിടെ 2 വരി ക്യാഷ് കൗണ്ടർ, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം, ഇവിടെ ഒരു ഫ്രീസർ നമുക്ക് നിരത്തിയിട്ടാൽ അതാവും കുറച്ചുകൂടി ഒരു ഇത്. കാരണം ഇവിടെ നിന്ന് ഇനി ഫ്രീസർ ഇവിടെ ഒക്കെ ഇട്ടാൽ അലമ്പാവും, ഭയങ്കര സ്പേസ് പോയി കിട്ടും. ഇവിടെ ആണെങ്കിൽ 2 ഇടാം, പക്ഷെ ഇവിടെ ഒരു ഫ്രിഡ്ജ് വരാണ്ട്. ഫ്രീസറിന് എനിക്കൊരു ഐഡിയ ഇല്ല ചേട്ടാ. 9 മണിയാ? കസ്റ്റമേഴ്സൊക്കെ കഴിഞ്ഞാ? ഇന്നത്തെ ലാഭം എത്രയായി? 899. ഇൻകം $3200 വന്ന്. സപ്ലൈ കോസ്റ്റ് അടക്കാം. ഓക്കെ, കോഫി റോസ്റ്റിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അപ്പോഴക്കപ്പം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വില കൂടി, നല്ല ഓടല്. എൻ്റെ പൊന്നോ, $4.63 ലാഭമായി. ഓക്കെ, അപ്പം നമുക്ക് ഹയറിങ് കാഷ്യർ ലോലനും വന്ന്, ബാലനും വന്ന്, സാബുവും വന്ന്. ഇത് കുഞ്ഞപ്പൻ, തങ്കപ്പൻ, കുട്ടപ്പൻ. ഓക്കെ, ഇനി പൊന്നപ്പൻ ലോഡി. പൊന്നപ്പന് 37 ആണോ? ഇനി നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് 1, 2, 3 മതി. ഇത് 42 ആകുമ്പത്തിന് നമുക്ക് ഈ 3 വാങ്ങിയാൽ മതി. അപ്പോൾ കുഴപ്പമില്ല, ഒരു ലെവല് കുറച്ച് കേട്ടെ. ഇപ്പോൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് തന്നിട്ട് അവിടെ ന്യൂ പ്രൊഡക്റ്റ് അവൈലബിൾ. ന്യൂ പ്രൊഡക്റ്റൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. ന്യൂ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള കാശ് ഉണ്ടാവണോ നമ്മളതിൽ? നമ്മളെ കയ്യിലുണ്ടായത് ഇതുവരെ ഇരുന്ന്. അപ്പം ഞാനിതൊരു എല്ലാം ഒരു 5 എണ്ണം വെച്ചിട്ട് ഓർഡർ ചെയ്യാൻ പോവേ. 5 അത് വേണ്ടല്ലേ? എല്ലാം ഒരെണ്ണം വെച്ച് മതി. നമുക്ക് ബാക്കി സ്റ്റോറേജ് ഞാൻ പിന്നെ ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാ സാധനങ്ങളും നീക്കൊന്ന് കാണിച്ചു തരാം. എത്ര സാധനം? 20 സാധനമല്ലേ? അപ്പോൾ 10 എണ്ണം വെച്ചിട്ട് ഓർഡർ ചെയ്യാം. ബോട്ടിൽഡ് വാട്ടർ, ഇതെന്തൊരു വേറെ കമ്പനിയുടെ ബോട്ടിൽ വാട്ടർ ആണോ? 12 പാക്കിൻ്റെ എഗ്ഗ്. ഇത് പാസ്ത മറ്റേ പാക്കറ്റ് പോലത്തെ ഒക്കെ തന്നെ കേട്ടോ. ഫസ്റ്റ് ബസ്മതിയുടെ പോലത്തെ പാക്കറ്റൊക്കെ ആ പുതിയ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, $1529 ഓരോന്ന് വെച്ച് ഓർഡർ ചെയ്തൊക്കെ തന്നെ. ഒപ്പം സ്റ്റോക്ക് എടുക്കണമെങ്കിൽ കാശ് കഴിഞ്ഞിരുന്നില്ല. ഓ ഷിറ്റ്. എടാ ഇതൊക്കെ ഒരൈറ്റം ആണല്ല. ഇവിടെ പ്രശ്നമായി, കുഴപ്പമില്ല. ഇപ്പം അല്ലെങ്കിൽ അവന്മാരെ സാധനം എടുത്തോണ്ട് വരും. ഇല്ല വന്നില്ല. ഞാൻ അവൻ അപ്പത്തിൻ്റെ സാധനം എടുത്തിട്ട് വന്നു. ഓക്കെ, ഞാൻ ഇത് ഒരു സെക്ഷനിലോട്ട് ആക്കുക. ഇത് രണ്ടും സെയിം പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ വെക്കരുത്. സന്തോഷം. എടാ ഇവനെക്കൊണ്ട് വലിയ കഷ്ടമാണല്ലോ. ഇത് വരുന്ന അടുത്ത പെട്ടി എടുത്തിട്ട്. ഓക്കെ, അപ്പം അത് ആ ഒരു സെക്ഷൻ അങ്ങനെ പോയിട്ടുണ്ട്. ഓർഡറിങ് ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇത് ഫ്രിഡ്ജിലിരിക്കില്ലല്ലോ. ഇത് നമുക്ക് ഫ്രീസർ തന്നെ വേണം കേട്ടാ. ഫ്രീസർ ഇവിടെ ഉണ്ട് 2 എണ്ണം ഓൾറെഡി വാങ്ങിയത്. ഒരു ഫ്രീസറിൽ എത്ര സാധനം വെക്കാൻ പറ്റണോ? ഇവിടെ ബാലൻ്റെ കാഷ്യർ വരുമ്പോൾ അവിടെ ഇരുന്നോട്ടെ. അവിടെ ഇരിക്കട്ടെ തൽക്കാലം. എന്തിപ്പോ അയ്യോ, ഇത് തലരിച്ചിട്ടെ. ആൾക്കാർ
തൽക്കാലമായിട്ട് ചെമ്മരിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് എടുക്കേണ്ടി വരും. ഓ 3 അവിടെ ഇടാൻ പറ്റും, കുഴപ്പമില്ല. ഫ്രീസർ അപ്പോൾ നമുക്ക് വാങ്ങിക്കേണ്ടി വരും കേട്ടോ ഫ്രീസർ. അതെന്ത് എടാ ഇതെന്താ ആലോചിച്ചിട്ടാണ് ഏട്ട്? ഒന്നുമില്ല എനിക്കൊന്നുമില്ല കേട്ടോ, എനിക്കൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, എല്ലാം മാറും. ഓക്കെ, ഇത് എന്തായാലും സാധനം ഇതിവിടെ വെക്കണം തന്നെയാണോ? എടാ ഇത് ഫ്രിഡ്ജ് വെക്കുന്ന ഒന്ന്, ഇത് ഫ്രീസറിൽ ഫ്രീസറിൽ വെക്കും അതിനാറ്റിലും. ഇത് ഫ്രിഡ്ജ് വെക്കുന്നത്, ഇത് കൂടുതൽ സാധനങ്ങൾ ഫ്രിഡ്ജ് വെക്കുന്നതാ. ഫ്രിഡ്ജിലോട്ട് അടുത്ത കുപ്പി കേട്ടാ. ഇത് വേറെ കമ്പനിയുടെ പ്രൊഡക്റ്റാ കേട്ടാ. ഓക്കെ, ഫ്രിഡ്ജിലോട്ട് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കോഫി ഡാർക്ക് എവിടെ ഇരുന്ന്? ഓ കോഫി ഡാർക്കാണല്ലേ. കോഫി ഡാർക്ക് എനിക്ക് ഇവിടെ കയറ്റണം ശരിക്കും. ഈ വെള്ളക്കുപ്പിയുടെ ഒപ്പം കയറ്റണം. ഇനി ഐഡിയ വെയിറ്റ്, ഞാൻ അവിടെ വല്ല കാലിടപ്പുണ്ടാന്ന് നോക്കട്ടെ. തട്ടിക്കൊണ്ടുപോവാ വണ്ടിയൊക്കെ, പ്രശ്നമാണത്. സ്റ്റിക്കർ എടുത്തില്ലെങ്കിൽ ഇപ്പോൾ വരും അമ്മമാർ സ്റ്റോക്കും കൊണ്ട്. ഒരു മിനിറ്റ്, അടുത്തിരട്ടെ. ആ സാധനം എടുത്ത് പുറപ്പെട്ടുണ്ടാവും അവിടുന്ന്. ഓ ഇവിടെ വന്നവൻ കയറി. പണിയെടുക്കാനൊക്കെ എന്തൊരു ഇതാണെന്നറിയോ. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വരെ വെറുതെ നിന്നിരുന്നു അവിടെ കയ്യും കെട്ടിട്ടവൻ. ഓക്കെ, ഇത് സെറ്റ്. അപ്പോൾ ഇത് എല്ലാത്തിലും ഇരിക്കട്ടെ, പോട്ടെ. അപ്പം അത് ഫില്ല് ചെയ്തു. ലൈക്ക് എനിക്ക് എല്ലാതും ഓരോ സെക്ഷൻ. ഇത് എന്തൊരു സാധനം? ഇത് ഫ്രീസറിൽ വെക്കുന്നതാന്ന് തോന്നുന്നുണ്ടിട്ട്. എത്ര എണ്ണ ഇരിക്കും? 16 എണ്ണ ഇരിക്കും. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. ഫ്രീസർ കാലിയാണെങ്കിൽ നമുക്ക് ബാക്കി സാധനം വെക്കാം. ഇത് ഫ്രീസറിൽ വെക്കണതാണ്. ഫ്രിഡ്ജ്, എടാ ഫ്രിഡ്ജിലോട്ട് കുറേ സാധനം ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിക്കണം. ഇനിയും ഫ്രിഡ്ജിൻ്റെ ഒരു സെക്ഷൻ തന്നെ വേണ്ടി വരും കേട്ടോ. ഇതും ഫ്രിഡ്ജിലോട്ടാണല്ലോ. ഞാൻ ഇതൊക്കെ വിചാരിച്ചു ഫ്രീസറിൽ വെക്കുന്നതാ. ഇതെന്താ റേറ്റോ? സ്ഥലം ഉണ്ടോ? ഷെൽഫ് വേണ്ടി വരും കേട്ടാ. ഷെൽഫ് വേണ്ടി വരും. പുതിയ ഐറ്റംസ് ഒന്നും ഞാൻ വിചാരിച്ച പോലെ അല്ല. അപ്പോൾ ഒക്കെ വേറെ സ്ഥലത്താണ്. ഇത് ഫ്രിഡ്ജിലാണ്. എടാ ഫ്രിഡ്ജ് എണ്ണ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഫ്രിഡ്ജ് എടുക്കാം. ഇത് ഫ്രീസറിലോട്ടാവുമല്ലോ. 4 എണ്ണ. അയ്യേ, പെട്ടി അങ്ങനത്തെ പെട്ടിയാ? പെട്ടി എൻ്റെ എല്ലാ പോലത്തെ വലിയ പെട്ടിയാണോ? അതെ, ഈ സെയിം പെട്ടിയാ. അവിടെ ഇരുന്നോട്ട്. ആ പെട്ടി 2 എണ്ണമുള്ളൂ. ഇത് വേറെ ടൈപ്പ്. ഇതിനെത്തിരി കാണിക്കുന്നു. ഡേയ്, അത് നമുക്ക് ഇനി ഷെൽഫ്. എൻ്റെ പെട്ടിണ്ടാ? ടോയ്ലറ്റ് പേപ്പേഴ്സ് ഇതിൻ്റെ അകത്തായിരുന്നാ? ഇതല്ല, ഇത് മറ്റേ സാധനത്തിൻ്റെ പെട്ടിയാ. ഇതായിരിക്കോ? ഓക്കെ, പേപ്പേഴ്സൊക്കെ പൊതിഞ്ഞെടുത്ത് വെക്കട്ടെ. കാലിപ്പെട്ടിയൊന്നും ഇല്ലല്ലോ അത്. ആ പെട്ടി കുറവാ. ഇതെടുക്കാം. യോ, തൽക്കാലം നമുക്ക് ഇങ്ങനെ ഒരു ഓർഡറിൽ വെക്കാം. ഇവിടെ ഞാൻ എന്തെങ്കിലും വെച്ചാൽ അത് സെറ്റാവും. എടാ ആ പെട്ടി ഞാൻ എവിടെ കൊണ്ടുവച്ചേ?
ഞാനത് കൊണ്ടുപോയി കളഞ്ഞ ഒരു പെട്ടി ടോയ്ലറ്റ് പേപ്പേഴ്സ് ഞാൻ ഇപ്പം മടക്കി എടുത്തില്ലേ, അത് ഞാനിപ്പോൾ എന്ത് ചെയ്ത്? അത് ഞാൻ ഇവിടെ തന്നെ വെച്ചായിരുന്ന. എടാ പൊന്ന ചെറുക്കനെ കൊണ്ട് ഇതേ എടുത്ത് ഫില്ല് ചെയ്തവിടെ. ആ പെട്ടി കാണണ്ട, ഇവനാണ് എടുത്ത് കൊടുന്നത്. അവിടെ ഇവനെ കൊണ്ട് വല്ലാത്ത കഷ്ടമുണ്ടല്ലോ. ഇതെന്താ റേറ്റ് ഇനി? നമുക്ക് ഷെൽഫില്ല, ഷെൽഫിന് ഇത് ഫ്രിഡ്ജിലോട്ടുള്ളത്. ഇഷ്ടം പോലെ ഫ്രിഡ്ജ് ഇതിഞ്ഞെന്തോ ഫ്രിഡ്ജിലോട്ടാണ് ഐറ്റംസ് മൊത്തം. അപ്പോൾ സൂസു ബ്രൗൺ ഷുഗർ അവിടെ പോലീസ് കൊണ്ടുപോകാം. അതല്ല കേട്ടോ, അത് വേറെ സാധനമാണ്, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഞാൻ ഇനി വേറെ റീസ് അറേഞ്ച് ആക്കാം. തൽക്കാലം ഞാൻ ഇതൊക്കെ ഇവിടെ കയറ്റുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് സാധനമൊക്കെ എടുത്ത് വെക്കണം. ഇനി ഷെൽഫ് ഇല്ലാന്ന് തോന്നണല്ലേ. അവിടെ ഈ പട്ടി പെട്ടിയും പിടിച്ചോണ്ടിരിക്കുക. ഇതെവിടെ വെക്കുന്നതാ? ഇത് ഷെൽഫിൽ വെക്കുന്നതാ. ഇവിടെ പെട്ടി ഞാൻ മറ്റേ ഇന്നലെ ടോയ്ലറ്റ് പേപ്പർ ഞാൻ വേസ്റ്റിലാണ് കൊണ്ടുപോയിട്ടത്. എനിക്ക് അറിഞ്ഞൂടാ ഞാനത് എന്താ ചെയ്തെന്ന്. എടാ പെട്ടിന്ന് കൊണ്ടുവെക്കോളോ മാറി നീ. വേറെന്താ ഉള്ളത്? ഐ എടാ ഷെൽഫിലോട്ടുള്ള പുറത്തിരി. ഇത് എങ്ങോട്ടുള്ളതാ? ഫ്രിഡ്ജിലോട്ടുള്ള അടുത്ത സാധനം. നമ്മളെ ഒറ്റ വരിയായിട്ട് വെക്കുകയാണെങ്കിൽ അപ്പോൾ കുറേ സാധനം വേണ്ടിരും തോന്നുന്നു കേട്ടാ. ഓ ഫ്രഞ്ച് ഇത് കൊടുക്കുള്ളതാ. ഇതെങ്ങനെ ഇരുന്നോട്ടെ, അതാ നല്ലത്. ഒരു ഫ്രീസർ അതിന് കൊടുക്കാൻ നിന്നാ എനിക്ക് തോന്നുന്നു നമ്മളെ സ്ഥലം ഉണ്ടാവില്ല. ഇത് ഫ്രിഡ്ജ്. അപ്പം അത് ഒക്കെ ഓർഡർ ചെയ്തു. ഓ എല്ലാ സാധനവും ആയി. ഇനി നമുക്കപ്പോൾ ഫ്രിഡ്ജ് ഷെൽഫ് വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഷെൽഫ് കയറ്റണം. ഇവിടെ ഷെൽഫ് കയറ്റാം. ദാറ്റ് വുഡ് ബി ബെറ്റർ. ഞാൻ നോക്കട്ടെ ഫ്രിഡ്ജിലോട്ട് എത്ര ഐറ്റംസ് ഉണ്ട്. നീ ഫ്രിഡ്ജിലോട്ടുള്ളതാണ് അല്ല? 1 2 3 4 5 1 2 3 4 5 6 7 8 കള്ളിൽ ഷെൽഫ് വേണം. അപ്പോൾ 4 ഫ്രിഡ്ജ് വേണം. 4 വലിയ ഫ്രിഡ്ജ് വേണം. 4 വലിയ ഫ്രിഡ്ജിന് എത്ര രൂപ? മാർക്കറ്റ് ഫർണിച്ചർ 4 വലിയ ഫ്രിഡ്ജ് 1500. ഓ ഷിറ്റ്. 3 വാങ്ങിക്കാം. ചെറുത് വാങ്ങിക്കണമെങ്കിൽ 1600 ആവും. ചെറുത് വാങ്ങിക്കണമെങ്കിൽ 8 വാങ്ങിക്കണം. എണ്ണത്തിന് 1600. അപ്പോൾ ഇതാ ലാഭം. ആഡ് ടു കാർട്ട്, ഓർഡർ, പർച്ചേസ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്രിഡ്ജ് വന്നു. ഫ്രിഡ്ജും കൂടി സെറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ നിർത്തുവാണ്. ബാക്കി നമുക്ക് വേറൊരു ഇതിൽ സെറ്റ് ചെയ്യാം. അല്ലേ, ബാക്കി ഞാൻ പിന്നെ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഈ ഓർഡറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. അത് അറേഞ്ച് ചെയ്യാൻ ടൈം എടുക്കും, നല്ല രീതിയിൽ ടൈം എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 20 പ്രൊഡക്റ്റും പിന്നെ ഒരു പുതിയ എംപ്ലോയീസിന് ഹയർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഫ്രിഡ്ജും കൂടി ഇടാനുള്ള സ്ഥലം കിട്ടാൻ എന്തെങ്കിലും വേണ്ട. അവിടെ ഒരു ഫ്രിഡ്ജും കൂടെ കൊള്ളിക്കാൻ പറ്റൂല. നോവേ ഓക്കെ, കുഴപ്പമില്ല. നമുക്കൊരു ഫ്രിഡ്ജും കൂടി ഇവിടെ നടാം. അപ്പം സെറ്റാവും. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടാണ് നമുക്ക് ഈ ഒരു ഇതിലെത്തിയിരിക്കുന്നത്. പുതിയ പ്രൊഡക്റ്റൊക്കെ പിന്നീട് ഞാൻ അറേഞ്ച് ചെയ്തോണ്ട്. ഇത് ഫ്രിഡ്ജോട്ടുള്ളതായിരുന്നില്ലേ? ഇത് എനിക്ക് ലൈക്ക് ഒരു ഒറ്റ കളിയിൽ വെക്കണം എല്ലാത്തും. അതാകുമ്പോൾ നമുക്ക് സ്റ്റോക്കും പെട്ടെന്നൊന്നും തീരൂല. ഒരേപോലത്തെ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അപ്പം അത് ഫില്ല് ചെയ്തു. സ്റ്റോറേജ് റൂമിക്കുള്ളത് വേറെ ഒരു സ്റ്റോക്കായിട്ട് എടുക്കാം.
ഓക്കെ, അപ്പം അത് സെറ്റ് ചെയ്തു. ഇനി 5 പ്രൊഡക്റ്റും കൂടെ. ഇത് അവിടെ അടിയിൽ ഞാൻ ചീസ് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എനിക്ക് പറഞ്ഞില്ലേ കോഴിമുട്ട ഷെൽഫ് എനിക്ക് അടുപ്പിച്ചേക്കണം. എല്ലാ കോഴിമുട്ടയും ഒരുപോലെ ഇരിക്കണം. ആ എടാ ഇരിക്കടാ നാറിച്ചെറുക്കന്മാരെ. അയ്യോ കോൺസെൻട്രേറ്റ്. ഇനി ഈ ഫ്രിഡ്ജ് എടുത്തിട്ട് നമുക്ക് ഇവിടെയും കയറ്റാം. സെറ്റാണ്. ഇതെന്താ ഐറ്റോ? ഇത് മീറ്റാന്ന് തോന്നുന്നു കേട്ടാ. ഞാനിപ്പം ഇനി ഇത് കച്ചവടം നടത്തിയിട്ട് വേണം ഇതിൽ ഫുൾ ഐറ്റംസ് ആക്കാൻ. തീർന്നു. $7 എൻ്റെ കയ്യിൽ. $7. $8,000 വെച്ചിട്ടല്ലേ നമ്മൾ തുടങ്ങിയത്. ഇത് ഇവിടെ വെക്കാനുള്ളതാ. ചീസ് എടുത്തിട്ട് ഇവിടുന്ന് മാറ്റിയിട്ട് വേണം ആ സാധനം കയറ്റി വെക്കാൻ. ഇത് പുതിയ ഫ്രിഡ്ജ് തൊട്ടുള്ളത്. പുതിയ ഫ്രിഡ്ജിൻ്റെ സ്ഥലത്തായിട്ട് നമുക്ക് വെക്കാം. ഇതും പുതിയ ഫ്രിഡ്ജ് തൊട്ടുള്ളതാണ്. ഇതെന്തൊരു ഐറ്റം? ഫ്രീസറിലോട്ടുള്ള 3 ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചത് ഫുള്ള് ഫ്രീസറിലോട്ടുള്ള ഐറ്റംസ് ആവും കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷെ നമുക്ക് വന്നപ്പോൾ ഇതിലോട്ടുള്ള ഐറ്റംസാണ് ഫുള്ള്. ഇതിൽ ചിക്കൻ വെക്കണം. ചിക്കൻ കൂടി നാളെ ഇതിൽ കൊള്ളുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ഫുൾ ചിക്കനും ഇതിൽ പിന്നെ ഓർഡർ ആയിട്ടിരുന്നോളൂ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വാങ്ങിക്കാൻ കാശില്ല. ഇവിടെ ഒരു സാധനം പോലോ. കോഴിമുട്ട നമുക്ക് അവിടെ വെക്കാം. ഇവിടെ ഒരു ഫ്രീ ഉണ്ട്. അപ്പം അത് ആ ഒരു ഗ്യാപ്പ് ഫില്ലാവും. ഓക്കെ, മുട്ടയും വെച്ചു. പക്ഷെ ഞാനതല്ല നോക്കുന്നത്. നമ്മൾ ഇത്രയും പ്രൊഡക്റ്റ് വെച്ചിട്ട് 3 പ്രൊഡക്റ്റ് ബാക്കിയുണ്ട്. ഒരു സിംഗിൾ ഫ്രിഡ്ജും ഒരു ഡബിൾ ഫ്രിഡ്ജും വേണം നമുക്ക്. ഞാൻ വെച്ചതിൻ്റെ ബാക്കിയൊന്നല്ലല്ലോ ഇത്. ഇല്ല, ഇത് എവിടെ ഇല്ല. ഫ്രിഡ്ജുകൾ തന്നെ. അപ്പം ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളപ്പോൾ 20 പ്രൊഡക്റ്റും. ഇവിടെ ഒരു സാധനം ഉണ്ട്. വെള്ളം 1 2 3 4. അപ്പോൾ 2 ഫ്രിഡ്ജ് വേണം നമുക്കിനി. 2 ഫ്രിഡ്ജും കൂടി വാങ്ങിക്കണം. അത് ഞാൻ വാങ്ങിക്കൊണ്ട് അത് ഞാൻ വാങ്ങിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. 2 ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ 1 ഇവിടെ വരും, പിന്നെ ഇവിടെ വരും. പണിയാണ്. ഒരു 2 ഇവിടെ കൊള്ളിക്കാൻ നോക്കാം. ഇല്ല, ഡോറിലോണ്ട് നടക്കില്ല. ഒരെണ്ണം ഇവിടെ വരും, ഒരു ഫ്രിഡ്ജ് ഇവിടെ വരും. വെള്ളത്തിൻ്റെ ഫ്രിഡ്ജ് ഞാൻ എടുക്കാക്കും. ഓക്കെ, ബാക്കി 2 ഫ്രിഡ്ജ് എടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്യും. ഓക്കെ, 2 അപ്പം സെറ്റാവും. വെള്ളത്തിൻ്റെ ഫ്രിഡ്ജിൻ്റെ അവിടെ വേറൊരു ഫ്രിഡ്ജ് വരും. പുതിയ 2 വാങ്ങിയിട്ട് 1 ഇവിടെ ഇടും, 1 ഇവിടെ ഇടും. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ അപ്ഡേറ്റ്. ഇതാരാ? ഇത് തങ്കപ്പനല്ലേ? എടുക്കണ്ട കേട്ടോ, അങ്ങനെ നിന്നോ. എന്തെങ്കിലുമൊക്കെ തീർന്നാ? അതോട്ട് ഇരുന്നോട്ടെ. വെച്ചെണ്ണ പിന്നെ ഞാൻ പൊസിഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. പൊസിഷൻ മാറ്റി അടുത്തേക്ക് വെച്ച്. ഇതിന് നല്ല ചിലവാ. പച്ചെണ്ണ അയ്യോ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഓൾ സെറ്റാണ്. ഇനി ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. അതൊക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കാശുണ്ടാക്കണം. അപ്പോൾ അതാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോക്കൊരു 200 ലൈക്ക് ആകുമ്പോൾ അടുത്ത വീഡിയോ വരും. ഞാൻ 30 മിനിറ്റ് കട്ടെ. കറക്റ്റ് ഇനി 30 മിനിറ്റിൽ കൊള്ളിക്കാറ്റം നോക്കട്ടെ. കറക്റ്റ് 30 നിർത്താൻ പറ്റും നോക്കട്ടെ. 30 അടിയിലോ. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് നോക്കുന്നത്. ആ ഒരു ലെവലിൽ എല്ലാ വീഡിയോയും വരുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഓഫ്ലൈൻ സംഭവങ്ങളായിരിക്കും. ഈ അടക്കി വെക്കുന്നതൊക്കെ ഇതിപ്പോൾ ഞാൻ പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് എനിക്കാനിങ്ങനെ. അയ്യോ, വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഒക്കെ പ്രൈസിങ് ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. നഷ്ടത്തിൽ പോയിരുന്നു കേട്ടാ.
അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.